നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസരം കാത്ത യൂത്ത് ലീഗ് നേതാക്കൾ ഇത്തവണ 5 പേരെ പരിഗണിക്കുമെന്നാണ് സൂചന. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ദേശീയ സെക്രട്ടറി ഫൈസൽ ബാബു, ദേശീയ സെക്രട്ടറി TP അഷ്റഫ് അലി, സംസ്ഥാന സെക്രട്ടറി മുജീബ് കാടേരി, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് എന്നിവർക്കാണ് പരിഗണന. 2021-ൽ 3 യുവാക്കൾക്കാണ് അവസരം നൽകിയിരുന്നത്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ വളരെ നേരത്തെ തന്നെ യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്നുള്ള ആവശ്യം യൂത്ത് ലീഗിൽ നിന്നും ശക്തമായി ഉയർന്നിരുന്നു. അപ്പോൾ അതിലെ എണ്ണം 3-ൽ നിന്ന് 5ആയി ഉയരുന്നു എന്നുള്ളതൊരു വലിയ കണക്കുമല്ല. എന്താണ് അറിയാനാകുന്നത്? യൂത്ത് ലീഗിന്റെ വികാരം എന്താണ്, രഞ്ജിത്ത്? സ്മൃതി, കഴിഞ്ഞ തവണ 2021-ൽ യൂത്ത് ലീഗിന്റെ പ്രാതിനിധ്യം 3ആയിരുന്നു. നജീബ് കാന്തപുരം, അതുപോലെ AK അഷ്റഫ്, PK ഫിറോസ് എന്നിവരായിരുന്നു. അതിൽ 2 പേർ ജയിച്ചു. AK അഷ്റഫ് മഞ്ചേശ്വരത്ത് നിന്നും നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ ജയിച്ചു. PK ഫിറോസ് താനൂരിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തവണ കുറച്ചുകൂടി പ്രാതിനിധ്യം യുവാക്കൾക്ക് കൊടുക്കണം. പ്രത്യേകിച്ച് MSFനൊന്നും ലീഗ് പ്രാതിനിധ്യം കൊടുക്കാറേ ഉണ്ടായിരുന്നില്ല. 1990കളിൽ C മമ്മൂട്ടിയാണ് കൽപ്പറ്റയിൽ MSFന്റെ പ്രതിനിധിയായി മത്സരിച്ച് പരാജയപ്പെട്ടത്. ഇത്തവണ MSFന് കൂടി ഒരു പ്രാതിനിധ്യം കൊടുക്കണം എന്നൊരാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള TP അഷ്റഫ് അലി, മുജീബ് കാടേരി, അതുപോലെ മുജീബ് കാടേരി സംസ്ഥാന സെക്രട്ടറിയാണ്, അതുപോലെ ഫൈസൽ ബാബു, ദേശീയ ലീഗിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഫൈസൽ ബാബു, MSFന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PK നവാസ് തുടങ്ങിയ ആളുകൾക്കാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത്. PK നവാസിന്റെ പേര് താനൂരിലാണ് പരിഗണിക്കുന്നത്. താനൂരിൽ കഴിഞ്ഞവണ PK ഫിറോസ് പരാജയപ്പെട്ട സീറ്റാണ്. താനൂര് ഒരു സുന്നി ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് CPM സഖ്യം പലയിടത്ത്, പൊന്മുണ്ടത്തും നിർമ്മലദൂരും ഒക്കെ കോൺഗ്രസും CPM സഖ്യമുള്ളൊരു സ്ഥലമാണ്. ഇതൊക്കെയാണ് ലീഗിന് ഭീഷണിയാവാറുള്ളത്. അവിടെ ഒരു ഫൈറ്റർ വേണം എന്നുകൊണ്ട് ഒരുപക്ഷെ PK ഫിറോസിന്റെ പേര് പരിഗണിക്കപ്പെട്ടേക്കാം. PK നവാസിന്റെ പേര് പരിഗണിക്കപ്പെട്ടേക്കാം. PK ഫിറോസ് ഇത്തവണ കൊടുവള്ളിയിലേക്ക്, ഒരു സുരക്ഷിത മണ്ഡലം എന്ന രീതിയിൽ, നാട് എന്ന രീതിയിൽ കൊടുവള്ളിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യത കാണുന്നു. അതുപോലെ ഫൈസൽ ബാബു, അതുപോലെ TP അഷ്റഫ് അലി, മുജീബ് കാടേരി തുടങ്ങിയവർ വേങ്ങര, മഞ്ചേരി സീറ്റുകളിലാണ് പരിഗണിക്കപ്പെടുന്നത്. മുജീബ് കാടേരി നേരത്തെ മലപ്പുറത്ത് പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആ സീറ്റിലേക്ക് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുന്നതോടുകൂടി ആ ഒരു അവസരം നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ കണ്ണൂരിലേക്ക് എത്തിയാൽ CK നജാഫിന്റെ പേര് അഴീക്കോട് മണ്ഡലത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ മറ്റു പേരുകൾക്കിടയിൽ CK നജാഫിന്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ 5ഓ 6ഓ പുതുമുഖങ്ങളുടെ പേര് പരിഗണിക്കപ്പെടുന്നു. പക്ഷേ ടേം വ്യവസ്ഥയിൽ ഇളവ് കൊടുത്താൽ, 3 ടേം വ്യവസ്ഥ കർശനമായി നടപ്പാക്കിയാൽ അവിടെ ഒരുപാട് ആളുകൾ മാറി നിൽക്കേണ്ടി വരും. പക്ഷേ ഇത്തവണ ടേം വ്യവസ്ഥയിൽ ഇളവ് കൊടുക്കും എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്ക് ഇളവ് കൊടുത്താൽ ഈ യുവാക്കളെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യാൻ സീറ്റില്ലാതെ വരും. അതുകൊണ്ട് തന്നെ ടേം വ്യവസ്ഥയിൽ എങ്ങനെയായിരിക്കും ഇളവ് കൊടുക്കുക, എത്ര പേർക്ക് ഇളവ് കൊടുക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എത്ര യുവാക്കളെ പരിഗണിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുക. ഏതായാലും 3 യുവാക്കൾക്ക് കഴിഞ്ഞ തവണ കൊടുത്തിരുന്നു. അത് 5 വരെ ഉയർത്തപ്പെടാം എന്നുള്ളതാണ് യൂത്ത് ലീഗുകാർ പ്രതീക്ഷിക്കപ്പെടുന്നത്. രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ വനിതകൾക്ക് പ്രാതിനിധ്യത്തിനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പരിഗണിച്ചിട്ടുണ്ട്. ലീഗിൽ വലിയ മാറ്റങ്ങൾ വന്നു എന്ന് നേതാക്കൾ തന്നെ അവകാശപ്പെടുകയും ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടോ? ക്ഷമിക്കണം, യൂത്ത് ലീഗിന്റെ പരിഗണനയെ കുറിച്ചാണോ വനിതാ ലീഗിന്റെ പരിഗണനയെ കുറിച്ചാണോ? യൂത്ത് ലീഗിൽ അല്ലെ, മത്സരത്തിന് വനിതകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന്? തീർച്ചയായിട്ടും വനിതകൾക്ക് പ്രാതിനിധ്യം 1 സീറ്റാണ് കഴിഞ്ഞ തവണ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്ത് സീറ്റിൽ നൂർബിന റഷീദ് മത്സരിച്ചു. അത് ആദ്യമായിട്ടാണ് നൂർബിന റഷീദ് മത്സരിക്കുകയും ചെയ്യുന്നത്. ഇത്തവണയും 1 സീറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് വനിതകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള സീറ്റുകൾ നോക്കണ്ടേ, അതിനനുസരിച്ച് കൊടുക്കുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 1 സീറ്റ് തന്നെയായിരിക്കും കൊടുക്കുക. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത്, ഇത്തവണ വനിതാ ലീഗിൽ നിന്ന് സുഹറ മമ്പാടിന്റെ പേരും നൂർബിന റഷീദിന്റെ പേരും ഒക്കെ ഒരുപോലെ ഉയർന്നു കേൾക്കുന്നു. അങ്ങനെ സുഹറ മമ്പാടും നൂർബിന റഷീദും ഉയർന്നു കേൾക്കുമ്പോൾ തന്നെ ജയന്തി രാജൻ, ദേശീയ ലീഗിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഒരു SC നേതാവ് കൂടിയായിട്ടുള്ള ജയന്തി രാജന്റെ പേരും ഉയർന്നു കേൾക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു SCയും വനിതയ്ക്കും ഒരുമിച്ച് കൊടുത്താൽ പാർട്ടിക്കൊരു ഗുണമുള്ളത് SC വനിതാ പരിഗണന ഒന്നിച്ച് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പഴയ കാലത്ത് ലീഗ് SC ഒരു കാൻഡിഡേറ്റിന് കൊടുക്കാറുണ്ട്, UC രാമനെ പോലുള്ള ആൾക്കാർ കൊടുക്കാറുണ്ട്, വനിതയ്ക്കും കൊടുക്കാറുണ്ട്. ജയന്തി രാജനെ പരിഗണിച്ചാൽ രണ്ടും ഒരുമിച്ച് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ സുഹറ മമ്പാടിനും നൂർബിന റഷീദിനും പുറമെ വനിത എന്ന രീതിയിൽ ജയന്തി രാജനെയും പരിഗണിക്കുന്നുണ്ട്. ഇനി ഇവർക്ക് 2 പേർക്കും സീറ്റ് കൊടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും 1 സീറ്റ് വനിതയ്ക്ക് ഉറപ്പാണ്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.